ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവകൃപയാലും കരുണയാലും അവിടുത്തെ ദീർഘക്ഷമയാലും മനോഹരമായ ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ ദിവസം സങ്കീർത്തനക്കാരനെ പോലെ ദിവസം മുഴുവനും ഞാൻ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു എന്നുള്ള പ്രാർത്ഥനയും അപേക്ഷയും യാചനയും ആശ്രയവും നമ്മുടെ ജീവിതത്തിൽ ഉയരുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും തിരിച്ചറിയുന്ന അതിനെ വായിച്ചെടുക്കുന്ന സർവശക്തനായ ദൈവം തൻ്റെ ഹിതത്തിനൊത്തവണ്ണം തൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം നമ്മെ തൻ്റെ ആത്മാവിനാൽ നിറയ്ക്കുകയും നയിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവകൃപ മനോഹരമാണ്, ദൈവാശ്രയം ഉത്തമമാണ്, അതെല്ലാറ്റിനേക്കാൾ അതിശ്രേഷ്ഠമാണ്. ഒരു ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് അവൻ്റെ ഭക്തി, അവൻ്റെ ആശ്രയമെല്ലാം പരിശോധിക്കപ്പെടുന്നത്. ഇപ്പോൾ ഒരു ദൈവത്തിലൊരു വിശ്വാസമില്ലാത്ത വ്യക്തിയാണെങ്കിൽ അവൻ ഏറെ പതറിപ്പോകും. എന്നാൽ അതേ കഷ്ടത ഒരു വിശ്വാസിയുടെ ഭക്തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അവനതിൽ ഒരാശ്രയം അവനുണ്ടായി, അവനൊരു കൈത്താങ്, അവനൊരു ശരണം അതിലുണ്ടാകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദൈവാശ്രയം എപ്പോഴും നമുക്ക് അനുഗ്രഹമാണ്. അത് നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് ആ ദൈവത്തിനുള്ള ബന്ധത്തിൽ, ദൈവവിശ്വാസത്തിൽ വളരുമ്പോൾ ഏറ്റവും അനുഗ്രഹമായിട്ട് മാറും. ഇവിടെ നമ്മൾ സങ്കീർത്തനം 77 നമ്മൾ വന്നിരിക്കുകയാണ്. അതും ആസാഫിൻ്റെ തന്നെ ഒരു സങ്കീർത്തനമാണ്. ഇത് ഒരു ദുഃഖമുഖരിതമായ ഒരു വ്യതയുടെ ഒരു സങ്കീർത്തനമാണ്. പക്ഷേ ഒരു ശുഭകരമായൊരു പര്യവസാനം അതിനുണ്ട്. അതാണ് എന്തും പ്രാർത്ഥനയോടെ നമ്മൾ സമീപിച്ചാൽ അതിന് ഉത്തരമുണ്ട്, അതിന് മനോഹരമായ പര്യവസാനമുണ്ട്. ഗുഡ് എൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു നല്ല അവസാനം അതിനുണ്ട്. അവിടെ പ്രാർത്ഥന എപ്പോഴും ഹോപ്പ്ഫുള്ളാണ്. അത് വെറുതെയുള്ള വാക്കുകളല്ല, വെറുതെ ജൽപ്പനങ്ങളല്ല. കണ്ണുനീര് കാണുന്ന ദൈവം, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, നമ്മുടെ ഞരക്കങ്ങൾ പോലും അറിയുന്ന ദൈവം എന്ന് പറയും. ഇവിടെ ആസാഫ് കടന്നുപോയ വേറെ ദുഃഖങ്ങൾ കൂടെ കടന്നുപോയതായിട്ടാണ് നമ്മൾ കാണുന്നത്. ആ കഠിന വ്യതയുടെ എല്ലാ അവസരങ്ങളും. ഇവിടെ ആദ്യം ഒരു കാര്യം സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ എൻ്റെ ശബ്ദമുയർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കും. അവിടെ അത് ഏറ്റവും മനോഹരമാണ്. ദൈവത്തോട് തന്നെ നമ്മുടെ സങ്കടങ്ങൾ പറയുക. മനുഷ്യനോട് സങ്കടങ്ങൾ പകർന്നാൽ പകുതിയാകുമെന്നൊക്കെ പറയും. എന്നാൽ എല്ലാവരോടും സങ്കടമൊന്നും പറയാൻ പറ്റുകയില്ല. എല്ലാവരോടും പറയാൻ പറ്റുന്ന സങ്കടങ്ങളും ആയിരിക്കില്ല ചിലത്. എന്നാൽ നമുക്ക് ദൈവത്തോടെല്ലാം പറയാം. എവരി ടൈം 24/7 എന്ന് പറയുന്ന പോലെ എവരി ടൈം നമ്മുടെ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഒരു ദൈവമുണ്ട്. ദാവീദ് പറയുന്നു, എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും ഇരിക്കുന്ന യഹോവ വാഴ്ത്തപ്പെട്ടു എന്ന് പറയും. ഒരിക്കലും നമ്മുടെ യഥാർത്ഥമായ പ്രാർത്ഥനകൾ ദൈവത്തിന് തള്ളപ്പെടുകയില്ല. അനാവശ്യമായിട്ടുള്ളത്, ഗ്രീഡിയായിട്ടുള്ളത്, അനീതിയായിട്ടുള്ളതൊന്നും ദൈവം അംഗീകരിക്കുകയില്ല. യഥാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്. ഇവിടെ പറയുകയാണ്, എൻ്റെ ശബ്ദമുയർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കും, അവൻ എനിക്ക് ചെവി തരും. അതാണ് ആ കൺവിക്ഷൻ, ആ ഉറപ്പാണത്. അവൻ എനിക്ക് ചെവി തരും. എൻ്റെ അപേക്ഷ ദൈവം കേൾക്കും. അവൻ കേൾക്കുന്ന ദൈവമാണ്. അവൻ ഉത്തരം തരും, എനിക്ക് ചെവി തരും. എന്നിട്ട് അവിടെ പറയാൻ, കഷ്ടദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിച്ചു, രാത്രിയിൽ എൻ്റെ കൈ തളരാതെ മലർത്തിയിരുന്നു, എൻ്റെ ഉള്ളം ആശ്വാസം നിരസിച്ചു. ഈ നാളുകളേറെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഉള്ളത് കൊണ്ട് ഒത്തിരി അനുഭവ സാക്ഷ്യങ്ങൾ ഒത്തിരി പേര് പകരുന്നത് കാണാൻ സാധിക്കും. അതിനകത്തെല്ലാം ജീവിതത്തിൻ്റെ ക്ലേശങ്ങളിൽ കൂടെ കടന്നുപോയ നാളുകളിൽ അനുഭവിച്ച ആശ്വാസവും പ്രതീക്ഷയും ആ പ്രത്യാശയും ഉത്തരവും എല്ലാമാണ് അവരതിനകത്ത് വിവരിക്കുന്നത്. അപ്പോൾ ഒരു പ്രതിസന്ധികൾ വന്നു എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ നഷ്ടപ്പെടുത്തുകയല്ല. അവരുടെ ജീവിതത്തിൽ ഇന്നത് പറയാൻ 1000 നാവുകളാണ്. ആ കഷ്ടതയിലൊക്കെ ദൈവം ചെയ്തത്, ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെല്ലാം വർണ്ണിക്കാൻ അവരത് വർണ്ണിച്ചാലും മതിയാകുന്നില്ല, സമയം പോരാണെന്നാണ് പറയുന്നത്. പക്ഷേ ആ കടന്നുപോയ സംഭവങ്ങളോ കടന്നുപോയ അനുഭവങ്ങളോ അത് ഭയങ്കരമാണ്. അതങ്ങനെയാണ്. തൽക്കാലം നമുക്ക് സന്തോഷകരമല്ല എന്ന് തോന്നും. ചില ദുഃഖങ്ങൾ, ചില വേദനകളെല്ലാം അല്ലേ, ചില രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ വൈദ്യൻ നമ്മുടെ ശരീരത്തിൽ മുറിവേൽപ്പിക്കും. ആ മുറിവേൽപ്പിക്കുമ്പോൾ വേദനയുണ്ട്. എന്നാൽ ആ വേദന ആത്യന്തികമായ വേദന മാറ്റുവാൻ വേണ്ടിയുള്ളതാണ്. ആ തീവ്രമായ മോശപ്പെട്ട വേദന മാറ്റിയെടുക്കുവാനൊരു നല്ല വേദന എന്ന് നമുക്ക് പേര് കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ മനസ്സോടെ സ്വീകരിക്കുന്ന വേദന എന്ന് പറയും. മറ്റത് നമ്മൾ ആഗ്രഹിക്കാത്ത വന്ന വേദന. എന്നാൽ ആഗ്രഹിക്കാത്ത വന്ന വേദനയെ, തിന്മയായ വേദനയെ മാറ്റുവാൻ നന്മയായുള്ളൊരു മുറിവ് നമ്മൾ ശരീരത്തിൽ ഏൽക്കുന്നത് പോലെ
എത്ര മനോഹരമാണത്. അതുകൊണ്ടത് വളരെ മനോഹരമാണ്. അതുകൊണ്ടൊന്നും നഷ്ടപ്പെടുത്തരുതെന്ന് പറയും. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും അത് സുഖകാലങ്ങൾ മാത്രമല്ല, അത് ആഡംബരത്തിൻ്റെയോ അങ്ങനെ മേന്മയുടെ കാലങ്ങളൊന്നും അല്ല. ഒന്നുമില്ല. എല്ലാം സമ്മിശ്രമായിട്ട് വരും. സമൃദ്ധിയിലിരിപ്പാൻ എനിക്കറിയാം, വിശന്നിരിപ്പാനും തൃപ്തനായിരിക്കാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നതാണ് ധന്യനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. എല്ലാം നമ്മൾ ശീലിക്കുക. അതിൻ്റെ ദൈവം നമ്മൾ വിവിധ സാഹചര്യം കൂടെ കടത്തിവിടും. അപ്പോൾ എപ്പോഴും നമ്മൾ ദൈവത്തിൽ ആ ദൈവത്തിൽ വന്നുകൊണ്ട് കഷ്ടത വരത്തില്ല, അങ്ങനെയൊന്നുമല്ല. കർത്താവ് ഉപമ പറയുമ്പോൾ വചനത്തിൽ കേട്ട് അത് ചെയ്യുന്ന മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. രണ്ട് മനുഷ്യരാണ്. ഒന്ന് വചനം കേട്ട് അത് പാറമേൽ പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യൻ, രണ്ടാമത്തെ മണലിന്മേൽ പണിയുന്ന ബുദ്ധിയില്ലാത്ത മനുഷ്യൻ. മണലിന്മേൽ പണിത വീട് അടിസ്ഥാനമില്ല. അത് കൊടുങ്കാറ്റടിച്ചു തിരമാലുകളൊന്നും ആ വീട് വീണുപോയി. അതിൻ്റെ വീഴ്ച വലുതായിരുന്നു എന്ന് പറയുന്നത്. പുറമേ എല്ലാം കൊണ്ടുവരും. എന്നാൽ രണ്ടാമത്തെ ഭവനം എന്ന് പറയുന്നത് അവൻ്റെ പാറമേൽ അടിസ്ഥാനപ്പെട്ട് വീട് പണിതു. മറ്റേ മണലിന്മേൽ പണിത വീടിന് സംഭവിച്ചത് തന്നെ ഇതിന് സംഭവിക്കുക. വ്യത്യാസമൊന്നുമില്ല. പാറമേൽ പണിതുകൊണ്ട് ഇനി കാറ്റടിക്കത്തില്ലെന്നോ കോളടിക്കത്തില്ലോ ഒന്നുമല്ല. ഇതേ മണലിൽ പണിത വീട് അനുഭവിച്ചതായ പ്രതികൂലങ്ങളും എല്ലാം പ്രതിസന്ധികളും എല്ലാം ഈ ഭവനവും നേരിടുന്നുണ്ട്. പക്ഷേ ഇത് പാറമേൽ അടിസ്ഥാനമുള്ളത് കൊണ്ട് അത് വീണില്ല എന്ന് പറയുന്നത്. അതാണ് ഒരു ഭക്തിയുടെ അനുഭവം എന്ന് പറയുന്നത്. ആ ജീവിതം തളരില്ല. ആ ജീവിതത്തെ പരിവർത്തനം ചെയ്യുന്ന രൂപപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിക്കും. ഇവിടെ പറയുകയാണ്, കഷ്ടദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിച്ചു, രാത്രിയിൽ എൻ്റെ കൈ തളരാതെ മലർത്തിയിരുന്നു. അത് നമ്മൾ ആ ചിത്രം ഇങ്ങനെ കാണുക. രാത്രിയിലെല്ലാം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തൻ കൈ മലർത്തിയിരിക്കുക. കാരണം വേറെ സഹായമില്ല. ഒരു യാചകനെ പോലെ ദൈവസന്നിധിയിൽ അപേക്ഷകൾ സമർപ്പിക്കുകയാണ്. എൻ്റെ ഉള്ളം ആശ്വാസം നിരസിച്ചു, ഞാൻ ദൈവത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്നു, ഞാൻ ധ്യാനിച്ച് എൻ്റെ ആത്മാവ് വിഷാദിക്കുന്നു. ഒരു മ്യൂസിക് നോട്ട സേല എന്ന് പറയുന്നത്. അവിടെ രണ്ടാമത്തെ മ്യൂസിക് നോട്ടുണ്ട്. അത് 9ാമത്തെ വാക്യത്തിൻ്റെ അവസാനമാണ്. അതുവരെ നമുക്ക് ചിന്തിക്കാം, നമുക്ക് കരുതുന്നു. അവിടെ എൻ്റെ ഉള്ളം ആശ്വാസം നിരസിച്ചു, ഞാൻ ദൈവത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്നു, നീ എൻ്റെ കണ്ണിന് ഇവിടെ ഞാൻ ധ്യാനിച്ചു, എൻ്റെ ആത്മാവ് വിഷാദിക്കുന്നു. ഇവിടെ പറയുകയാണ്, ഈ കണ്ണുനീരെന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. അതേ കണ്ണുനീരിന് വാക്കും വ്യാകരണവും ഉണ്ടെന്നാണ് പറയുന്നത്. ഭാഷയുമുണ്ട് അല്ലേ? കണ്ണുനീരിന് വാക്കും വ്യാകരണവും ഭാഷയും ഉണ്ടെന്ന്. ഇപ്പോൾ ഒരു കുഞ്ഞ് കരയുമ്പോൾ അത് ഭാഷയില്ല, അത് കരയാണ്. കരച്ചിലിൽ നിന്ന് തന്നെ അമ്മ മനസ്സിലാക്കുകയാണ് കുഞ്ഞിന് വിശക്കുന്നു. അപ്പോൾ അതിന് വാക്കില്ലേ, അതിന് വ്യാകരണമില്ലേ, അതിന് ഭാഷയില്ലേ? ഉണ്ട്. കണ്ണുനീരിന് വാക്കും ഭാഷയും വ്യാകരണവും ഉണ്ടെന്ന് പറയും. അപ്പോൾ കണ്ണുനീരിൽ കൂടെ തന്നെ അതിൻ്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ദൈവസന്നിധിയിൽ കരയുന്ന ഓരോ കണ്ണുനീരും എൻ്റെ കണ്ണുനീര് തുരുത്തിയിലാക്കി വെക്കണമേ ദാവീദ് പ്രാർത്ഥിക്കുന്നു. 56 സംഗീതത്തിനകത്ത് തോന്നുന്നു അവിടെ, എൻ്റെ കണ്ണുനീര് തുരുത്തിയിലാക്കി വെക്കണമേ എന്ന്. അപ്പോൾ എല്ലാം ശേഖരിച്ച് വെക്കുന്ന ഒരു ദൈവം, തക്ക സമയത്ത് അത് മറുപടിയായിട്ട് തരുന്നൊരു ദൈവം. നമ്മൾ ഈ കൃഷിക്കൊക്കെ വെള്ളം പായിക്കും അല്ലേ? കൃഷിക്ക് വെള്ളം പായിക്കുന്ന എന്താണ്? ആ വെള്ളം അത് സ്വീകരിച്ച് അത് ഫലകരമായി മാറുകയാണ്, അത് ഫലം തരികയാണ്. ആ കണ്ണുനീരില്ലെങ്കിൽ അതൊരു വരണ്ട ഇതായി പോകും, കൃഷി നശിച്ചു പോവുക തന്നെ ചെയ്യും. എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ കണ്ണുനീരെല്ലാം ഉണ്ട്. അതാണ് ജീവിതത്തിൻ്റെ ശോഭനമാക്കുന്നത്. കണ്ണുനീരും ദുഃഖവും വേദനകളും എല്ലാം സമ്മിശ്രമായി ചേർന്ന് വരുമ്പോൾ മനോഹരമായിട്ട് മാറും. വലിയ ശബ്ദമുഖരിതമായ ഒരു സ്ഥലത്ത് നിന്ന് നോക്കുക. ഈ ഇതല്ല മൈക്കൊക്കെ വെച്ച് കെട്ടി അങ്ങനെ എന്നാൽ പെട്ടെന്ന് അപ്പോൾ നമുക്ക് ഭയങ്കര മുഖരിതമായിരിക്കും സ്ഥലത്ത്. പെട്ടെന്ന് ഇതെല്ലാം നിലയ്ക്കുമ്പോഴത്തേക്കും വലിയ ശാന്തത. എന്നാൽ ആ ശാന്തത മുമ്പുണ്ടായിരുന്നു. അത് നമ്മൾ തിരിച്ചറിഞ്ഞില്ല. എന്നാൽ ഈ ശബ്ദത്തിൻ്റെ തീവ്രത വന്നപ്പോഴാണ് നമ്മൾ ആ ശാന്തതയ്ക്ക് വേണ്ടി കൊതിച്ചത്. അപ്പോൾ ഇതെല്ലാം ശബ്ദധോരണികളെല്ലാം നിർത്തിയ ഉടനെ വലിയൊരു ശാന്തത. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്തൊരു കാംനെസ് ആണെന്ന്. പക്ഷെ ആ കാംനെസ് മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷെ കാംനെസ്സിൻ്റെ വില അറിഞ്ഞത് ശബ്ദമൊരുപൂരിതമായ ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോയപ്പോഴാണ്. പറയുകയാണെങ്കിൽ ധ്യാനിച്ചു, എൻ്റെ ആത്മാവ് വിഷാദിക്കുന്നു, നീ എൻ്റെ കണ്ണിന് ഉറക്കം തടുത്തിരിക്കുന്നു, സംസാരിക്കാൻ കഴിയാത്തവണ്ണം ഞാൻ വ്യാകുലപ്പെട്ടിരിക്കുന്നു. അവിടെ സംസാരമൊന്നുമില്ല, അവിടെ ഒരു മിണ്ടാത്ത ഭാഷ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് പൂർവ്വ ദിവസങ്ങളെയും പണ്ടത്തെ സംവത്സരങ്ങളെയും വിചാരിക്കുന്നു. അത് ഓർക്കണം. പൂർവ്വകാലങ്ങൾ നടത്തിയ വിധങ്ങളൊക്കെ ഓർക്കണം. ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങളൊക്കെ ഓർക്കണം. അപ്പോൾ നമുക്കതൊരു ആശ്വാസമായിട്ട് മാറും. ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇനിയും പ്രവർത്തിക്കുമെന്ന് അവിടെ ചിന്തിക്കാം.
രാത്രിയിൽ ഞാൻ എൻ്റെ സംഗീതം ഓർക്കുന്നു, എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ ധ്യാനിക്കുന്നു, എൻ്റെ ആത്മാവും ശോധന കഴിക്കുന്നു. പിന്നെ ഇവിടെ ധ്യാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഉച്ചത്തിൽ നിലവിളിച്ച ഭക്തൻ ഇവിടെ ധ്യാനത്തിലേക്ക് കടക്കും, മെഡിറ്റേഷൻ, ധ്യാനത്തിലേക്ക് കടക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു ശാന്തമായ ഒരു അനുഭവം. ഇങ്ങനെ ഹൃദയമെല്ലാം ശാന്തമായി ഒരു ഏകാഗ്രമായിട്ട് ദൈവത്തിലേക്ക് അനുഭവിക്കുന്നതാണ് ധ്യാനം എന്ന് പറയുന്നത്. പണ്ട് രാത്രിയിൽ ഞാൻ സംഗീതം ഓർക്കുന്നു, എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ ധ്യാനിക്കുന്നു, എൻ്റെ ആത്മാവും ശോധന കഴിക്കുന്നു. ഈ രാത്രിയിൽ പാടുന്ന ചില പക്ഷികളുണ്ടെന്നാണ് പറയുന്നത്. ആ രാത്രി മാത്രമേ അത് പാടത്തുള്ളൂ, മനോഹരമായിട്ട് പാടും അത്. എന്നാൽ അതിനെ വീട്ടിൽ പിടിച്ചുകൊണ്ട് വളർത്തി അതിനെ പകൽ പാടിക്കാൻ ശ്രമിച്ചു, പരിശീലിപ്പിച്ചു, പക്ഷെ പാടത്തില്ല. പകൽ പാടും, അതിന് രാത്രിയുടെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കണം, ഒരു ഇരുട്ടൊക്കെ അതിനുണ്ടാകണം. അതിന് മറച്ച് ഒരു മറ കെട്ടി ഒരു മുറിക്കകത്ത് ഇരുട്ടുള്ള ഒരു അനുഭവം ഉണ്ടാക്കിയാൽ അത് പാടും. ഇരുട്ടിൽ മാത്രമേ അത് പാടുകയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇരുട്ടിൽ മനോഹരമായ സംഗീതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം പകർത്തി തരും. ദൈവം നമ്മുടെ ജീവിതത്തിൽ സ്തോത്രത്തിന്, സംഗീതത്തിൻ്റെ അനുഭവങ്ങൾ മാത്രമല്ല. ഈ പെർഫ്യൂമിനെ കുറിച്ചൊക്കെ പറയുന്നത്, ഇതിനെക്കുറിച്ച് പറയുന്നത് സംഗീതവും സുഗന്ധവും ഒക്കെ ഒന്നായി, സൗരഭ്യമൊക്കെ വാസ്തവത്തിൽ അതിൻ്റെ ഇതൊക്കെ അനുഭവത്തെക്കുറിച്ച് പറയുന്നത് ഈ ബാൾക്കൻ പർവ്വതപ്രദേശങ്ങളിലാണ് ഈ പെർഫ്യൂമിനുള്ളതായ ഈ പനിനീർ പുഷ്പ റോസസൊക്കെ ഏറ്റവും കൂടുതൽ പൂക്കൾ ശേഖരിക്കുന്ന പറഞ്ഞ് അതവർ പാതിരായ്ക്കാണ് ശേഖരിക്കുന്നത്. കാരണം പകൽ സമയത്ത് അതിൽ നിന്നും ഈ ഡ്യൂസ്, അതിൻ്റെ മേൽ പെയ്യുന്ന മഞ്ഞുതുള്ളികളിൽ കൂടെ വരുന്ന, അതിൽ നിന്ന് വരുന്ന നീര് അതിൽ ശേഖരിക്കുമ്പോൾ 40% നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ പാതിരാത്രിക്കാകുമ്പോൾ ഒന്നും നഷ്ടപ്പെടുകയില്ല, പൂർണ്ണമായിട്ട് അത് കിട്ടുമെന്ന് പറയുന്നത്. അതുകൊണ്ടപ്പോൾ രാത്രിയിലാണ് അവരത് ആ പൂക്കൾ ശേഖരിച്ച് അതിൻ്റെ സുരഭിലതയിൽ ഒട്ടും ആവിയെ നഷ്ടപ്പെടാതെ കിട്ടുന്നത് അപ്പോഴാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ രാത്രികളെല്ലാം മനോഹരമാക്കുന്നുണ്ട് ദൈവം. ഇവിടെ പറയാണ്, എന്നിട്ട് ചില ചോദ്യങ്ങൾ വെക്കുക, 7, 8, 9 വാക്യങ്ങൾ. കർത്താവ് എന്നേക്കും തള്ളിക്കളയുമോ? ഇല്ല എന്ന് നമുക്ക് പറയാം. അവനിനി ഒരിക്കലും അനുകൂലമായിരിക്കുകയില്ലയോ? അനുകൂലമായിരിക്കും. അവൻ്റെ ദയ സദാകാലത്തേക്കും പോയോ? ഇല്ല. അവൻ്റെ വാഗ്ദാനം തലമുറയോളം ഇല്ലാതെയായി പോയോ? ഇല്ല. ദൈവം കൃപ കാണിക്കുവാൻ മറന്നിരിക്കുന്നോ? ഇല്ല. അവൻ കോപത്തിൽ തൻ്റെ കരുണ അടച്ചു കളഞ്ഞിരിക്കുന്നോ? ഇല്ല. ചില പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവം മറന്നുവോ നമ്മൾ വിചാരിക്കേണ്ട. ദൈവമുണ്ട് നമ്മോടുകൂടെ. എന്നാൽ അതിൽ നമുക്ക് സംഭവിക്കുന്ന നല്ല നന്മയ്ക്കാക്കി മാറ്റാൻ അവിടുത്തെ സാന്നിധ്യം നമ്മളോട് കൂടെയുണ്ട്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമെന്ന് നമുക്ക്, അത് പ്രതികൂലം എന്തുമായിക്കൊള്ളട്ടെ, സാഹചര്യങ്ങൾ, വ്യക്തികളാകട്ടെ, സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ദൈവത്തിന് കഴിയും അതിനെ നേരിടാൻ. മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സകലതും സാധ്യം. അതിൽ നമ്മൾ ഉറയ്ക്കണം. എന്നിട്ട് ദൈവത്തിങ്കിലേക്ക് അടുക്കണം. അപ്പോൾ ദൈവത്തിനെല്ലാം പകരണം. അവിടെ ഒരു മ്യൂസിക് നോട്ട് തീരുകയാണ് 9ാമത്തെ വാക്യം. ശേഷിക്കും നമുക്ക് പിന്നീട് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളോ അവൻ്റെ കൃപകളോ ഒന്നും ഒരിക്കലും മാറ്റില്ല. ഞാൻ നിന്നെ ഒരു നാളും തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് കർത്താവ് എടുത്തു പറയുക പ്രായലേഖനത്തിലൊക്കെ. പുതിയത്തിലേക്ക് വരെ പറയുക. അപ്പോൾ അതിനൊക്കെ ഉത്തരവുണ്ട്. ദൈവം സദാകാലത്തേക്ക് പോയില്ല. അല്പകാലത്തേക്ക് ഞാൻ എൻ്റെ മുഖം മറച്ചുവെങ്കിലും ഈ ചില അമ്മമാരുണ്ട്, മാതാപിതാക്കളുണ്ട്, കുഞ്ഞുങ്ങൾ നടക്കാറാകുമ്പോൾ ഇച്ചിരി മാറി നിൽക്കും അതിന് നടക്കാൻ വേണ്ടി. എന്നിട്ട് മാറി നിന്ന് നോക്കും. അപ്പോൾ ആ കുഞ്ഞ് നോക്കുമ്പോൾ ചുറ്റും കാണുന്നില്ല, പക്ഷെ അമ്മ കാണുന്നുണ്ട്, പുറകിൽ നിന്ന് കാണുന്നുണ്ട്. ആ കുഞ്ഞ് നടക്കാനും അത് പരിശീലിക്കുകയാണ് അതിനെ എന്ന് പറഞ്ഞ പോലെ ദൈവം നമ്മൾ ചില വഴി കൂടെ നടത്തും. നമ്മൾ ചിന്തിക്കില്ല ദൈവം കൂടെ ഇല്ലായിരിക്കില്ല, ദൈവം കൂടെയുണ്ട്. ഒരു മനോഹരമായ ചിത്രമുണ്ടല്ലോ, ഫുട് പ്രിൻറ്റ്സ് എന്ന് പറയുന്നൊരു കാവ്യമുണ്ടല്ലോ. അതായത് ഒരു നല്ല കാലങ്ങളിൽ ഒരു കടൽ തീരത്ത് 4 കാൽപാദങ്ങൾ കണ്ടു. പിന്നെ ദൈവത്തോട് ചോദിച്ചു, അതാരാ കർത്താവേ 4 കാൽപാദങ്ങൾ? 2 നിൻ്റെയും 2 എൻ്റെയാണെന്ന് പറയും. അത് സുഖത്തിൻ്റെ കാലങ്ങളാണ്. അത് കഴിഞ്ഞു പോയി. പിന്നീട് വന്ന് ദുഃഖകാലങ്ങൾ വന്നു. അപ്പോൾ 2 കാൽപാദങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഭക്തൻ പരിഭവിക്കുകയാണ്. കണ്ടോ, ദൈവം സുഖകാലത്തിൽ അവൻ കൂടെ ഉണ്ടായിരുന്നു, കഷ്ടത വന്നപ്പോൾ മാറിക്കളഞ്ഞു വന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ, അവൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് അവൻ്റെ കാൽപാദങ്ങളല്ല, അത് കൂടെ നടക്കുന്ന ആ മറ്റേ വ്യക്തിയുടെ കാൽപാദങ്ങളാണെന്ന് വിളിച്ചു. അപ്പോൾ പറഞ്ഞു അത് നിൻ്റെ കാൽപാദങ്ങളല്ല, അതെൻ്റേതാണ്. കഷ്ടകാലങ്ങൾ നീ എൻ്റെ കരങ്ങളിലായിരുന്നു, ഞാൻ നിന്നെ വഹിക്കുകയായിരുന്നു എന്ന് പറയും. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങൾ വാഴ്ത്തപ്പെട്ട സ്വർഗീയപിതാവേ, അപ്പോൾ നിന്റെ സ്നേഹത്തെ തിരിച്ചറിയാൻ, നിൻ്റെ വഴി നടത്തിപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിലൂടെ തുടർന്ന് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നും ഞങ്ങൾ നഷ്ടമാക്കാതെ ദൈവത്തിലേക്ക് തിരിയുമ്പോൾ എല്ലാം അനുഗ്രഹമായി മാറും. അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവ സാക്ഷ്യങ്ങളായി മാറും. എവരി ടെസ്റ്റ് ബിക്കം എ ടെസ്റ്റ് മണി എന്ന് പറയും. എല്ലാ പരിശോധനകളും ഞങ്ങൾക്ക് സാക്ഷ്യങ്ങളാക്കി മാറ്റുന്ന ഒരു സർവശക്തനായ ദൈവത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. അപ്പം ക്രൂശിലേക്ക് ഞങ്ങൾ നോക്കുന്നു. ക്രൂശ് പരാജയമല്ല, അത് ഞങ്ങൾക്ക് ജയത്തിൻ്റെ ചിഹ്നമാണ്. അപ്പം ക്രൂശിന് ശേഷം ഒരു ഉദ്ധാരണമുണ്ട്, ഉയർപ്പ്
കിടപ്പുണ്ട് എന്നുള്ളതിനാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പ. നന്ദിയോടെ ഞങ്ങളങ്ങ് വാഴ്ത്തും. ഞങ്ങളുടെ വേദനകളെല്ലാം ചുമന്നൊഴിച്ച ദൈവത്തിൻ്റെ കുഞ്ഞാടെ, തൻ്റെ അടിപ്പുഴ ഞങ്ങൾക്ക് സൗഖ്യം വരുത്തി ഞങ്ങളുടെ നല്ല കർത്താവേ, എല്ലാം നിൻ്റെ സന്നിധിയിലേക്ക് അർപ്പണം ചെയ്യുന്നു. തുടർന്നും നിൻ്റെ ഹിതപ്രകാരം നിൻ്റെ മഹത്വത്തിനായി ഞങ്ങൾ ഉപയോഗിക്കണമേ. ആത്മശരീര മനസ്സുകളെ സമ്പൂർണ്ണമായി അർപ്പിക്കുന്നു. തിരുനാമഹത്വപ്പെടുത്തണമേ. ഇന്ന് വന്നേക്കും തന്നെ.